السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي رسولنا صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها المؤمنون, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗവാസികളായ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിച്ചതിനു ശേഷം പറയുന്ന ഒരു സംസാരം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. വഖാലുൽ ഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് ലഖദ് ജാഅത് റുസുലു റബ്ബിനാ ബിൽഹഖ് ونودوا أن تلكم الجنة أورثتموها بما كنتم تعملون. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗവാസികൾ പറയുന്നതായി പറയുന്നു. വഖാലു, അവർ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അല്ലദീ ഹദാനാ ലിഹാദാ, ഇതിലേക്ക് ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയവനായ അല്ലാഹുവിന്. വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്, അല്ലാഹു ഹിദായത്ത് നൽകിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ നേർമാർഗത്തിലാകുമായിരുന്നില്ല, ഹിദായത്തിലാകുമായിരുന്നില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അവർ പറയുന്നതായി നമ്മൾ അറിയിച്ചു തരികയാണ്. സഹോദരങ്ങളെ, നമ്മൾ ഉള്ളതായ ഈ ഹിദായത്തിന്റെ വില നമ്മൾ തിരിച്ചറിയണം. ലോകത്ത് ഒരുപാട് മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളുമുണ്ട്. അതിൽ പലതും അതിൻ്റെ ആളുകൾ അതിനെ കൈയൊഴിയുകയും അതിൻ്റെ പരാജയവും ആളുകൾക്ക് മനസ്സിലായതുമുണ്ട്. മറ്റു ചില മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും അതിനെ ആളുകൾ അതിൻ്റെ വിവരക്കേടുകളെ അതുപോലെ തന്നെ വെച്ച് അംഗീകരിച്ചുകൊണ്ട് അതിനെ കൊണ്ടു നടക്കുന്നതും ഉണ്ട്. അങ്ങനെ പല പല മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങൾക്കുമിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിൻ്റെ അടുക്കൽ ദീൻ എന്നാൽ അത് ഇസ്ലാമാണ്. അല്ലാഹുവിങ്കൽ സ്വീകാര്യമായ ഒരു മതം, അത് അനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന അവസരത്തെ, അനുഗ്രഹത്തെ മുസ്ലിമീങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം അവനെ നമുക്ക് യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചു എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നു, ഖുൽ, നബിയെ പറയുക, ഹുവല്ലാഹു അഹദ്, അവൻ അല്ലാഹു, അവൻ ഏകനാകുന്നു. അല്ലാഹു സമദ്, അല്ലാഹു അവൻ ഒരാൾക്കും എല്ലാവർക്കും ആശ്രയം നൽകുന്നവനും ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനുമാണ്. ലം യലിദ് വലം യൂലദ്, അവൻ ഒരു കുട്ടിയെ ജനിപ്പിച്ചുണ്ടാക്കുകയോ ഒരു കുട്ടിയായി ജനിക്കുകയോ ചെയ്തവനല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവനെപ്പോലെ ആരും തന്നെയില്ല. ലോകത്ത് ഇതുപോലെ
താൻ ആരാധിക്കുന്ന ആരാധ്യനെക്കുറിച്ച് കൃത്യമായ ബോധം നൽകുന്ന ഒരു മതം അത് ഇസ്ലാം മാത്രമാണ്. ഞാൻ ആരെയാണ് ആരാധിക്കുന്നത്, എന്തിനെയാണ് ആരാധിക്കുന്നത് എന്ന് തിരിച്ചറിയാത്തവരാണ് പല ആളുകളും. എന്തിനാണ് ഇവരെ ആരാധിക്കുന്നത് എന്ന് തിരിച്ചറിയാത്തവരാണ് ലോകത്തെ മുഴുവൻ മതവിശ്വാസങ്ങളുമെന്ന് നമ്മൾ അതിലൂടെ കണ്ണോടിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. എന്തിനെയാണ് ഞാൻ ആരാധിക്കുന്നത്, നീ എന്തിനെയാണോ ആരാധിക്കുന്നത് എന്ന് അവനോട് ചോദിച്ചാൽ, ഇതിനെയാണോ നീ ആരാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവൻ ലജ്ജിച്ച് തല താഴ്ത്തും. ഇതിനെയാണോ നീ ആരാധിക്കുന്നത്, ഇതാണോ നിന്റെ ദൈവം എന്ന് ചോദിച്ചാൽ അവൻ ലജ്ജിച്ച് തല താഴ്ത്തും. അവൻ കെണി വെച്ച് പിടിക്കുന്ന എലിയെ ആരാധിക്കുന്നവരുണ്ട്. ഞാൻ ഓരോന്നെടുത്ത് പറയുകയല്ല, മറിച്ച് പല വസ്തുക്കളെയും ആരാധിക്കുന്നവരുണ്ട്. അത് അവർക്ക് സംഭവിച്ചു പോയത് ആരാണ് ആരാധിക്കപ്പെടേണ്ടത് എന്നതിനെ കുറിച്ചുള്ള അറിവ് അവർക്ക് നഷ്ടപ്പെട്ടതാണ്. ഒരു മുസ്ലിമിന് കൃത്യമായ ബോധമുണ്ട് അവൻ ആരെയാണ് ആരാധിക്കുന്നത്, ആരോടാണ് അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരാളുമില്ല എന്ന് പറയുന്നവനാണ്. അൽ ഹയ്യുൽ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്ന എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനായവനാണ് എന്റെ റബ്ബ് എന്ന് വിശ്വസിക്കുന്നവനാണ് ഓരോ മുസ്ലിമും. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, എന്നെന്നും ജീവിച്ചിരിക്കുന്ന ഒരിക്കലും മരിക്കാത്തവനിൽ നീ തവക്കുൽ ചെയ്യുക എന്ന് പഠിപ്പിക്കപ്പെട്ടവനാണ് ഓരോ മുസ്ലിമും. അതിനാൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസം, അവൻ ആരെയാണ് ആരാധിക്കുന്നത്, ആർക്കാണ് അവൻ നേർച്ച വഴിപാടുകൾ നൽകുന്നത് എന്നതിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കടുകിട വ്യത്യാസമോ അല്ലെങ്കിൽ സംശയമോ ഇല്ല, ഒരു നാരോളം സംശയമില്ല. എന്നാൽ തൻ്റെ ആരാധ്യനെ കുറിച്ച് വികലമായ പല ധാരണകളും പല ആളുകളും വെച്ചു പുലർത്തുന്നുണ്ട്. ഒരു മുസ്ലിം അൽഹംദുലില്ലാഹ് നേരത്തെ പറഞ്ഞതുപോലെ, സ്വർഗവാസികൾ പറഞ്ഞതുപോലെ, ഞങ്ങളെ ഇതിലേക്ക് വഴി നയിച്ച റബ്ബിന് സർവസ്തുതിയും എന്ന് പറയുന്നവരാണ് മുസ്ലിമീങ്ങൾ. അങ്ങനെ പറയുന്നവനാകണം മുസ്ലിം. അവന്റെ ദീനിനെ കുറിച്ച് അവന് ബോധ്യം വേണം. അവന്റെ ദീനിനെ കുറിച്ചുള്ള, അതിന്റെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള ബോധം അവനുണ്ടാകണം. എന്നാൽ ഒന്ന് പുറത്തേക്ക് കണ്ണോടിച്ചു നോക്കൂ, എന്താണ് അവിടെയുള്ള അവസ്ഥ? അല്ലാഹു അല്ലാത്ത എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതെല്ലാം ആരാധ്യരായിത്തീരുന്ന രൂപത്തിലുള്ള അവസ്ഥയാണ് പുറത്തുള്ളത്. ഇസ്ലാമല്ലാത്തതെല്ലാം അല്ലാഹു അല്ലാത്ത ആളുകൾക്കുള്ള നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. തൗഹീദ് ഇല്ലാത്തവരെല്ലാം അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ, ആരാധനകൾ അർപ്പിക്കുന്നു. ആ അർപ്പിക്കുന്ന ആളുകൾ ചിലപ്പോൾ മരണപ്പെട്ടിട്ടുണ്ടാകാം. മരണപ്പെട്ടവർക്ക് വേണ്ടി ഇവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവൻ ആരാധന അർപ്പിക്കുന്നു. മരണപ്പെട്ടവനോട് വിളിച്ചു തേടുന്നു, മരണപ്പെട്ടവരിൽ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ വീടിന്റെ കാര്യം മരണപ്പെട്ടു പോയ ഇയാൾ നോക്കണം. ആ ആൾ മരണപ്പെട്ടു പോകാതിരിക്കാൻ അയാൾക്ക് പറ്റിയില്ല, ആ ആളുടെ ജീവൻ സംരക്ഷിക്കാൻ അയാൾക്ക് പറ്റിയില്ല. ഈ വാഹനം പോകുമ്പോൾ ആക്സിഡന്റായി ഞങ്ങൾ മരിക്കാതിരിക്കാൻ ഒരു ദിവസം ആക്സിഡന്റിൽ മരിച്ചുപോയ ഒരാളോട് വിളിച്ചു ചോദിക്കുന്നു. ആ അവസ്ഥ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, തൗഹീദുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുപോലെ തന്നെ ലോകത്തിന്റെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് വികലമായ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്ന മറ്റു പല ആളുകളെയും നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മോശമായി കൊണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വളരെ വൃത്തികെട്ട രൂപത്തിൽ വിശേഷിപ്പിക്കുന്ന ആളുകളുമുണ്ട്. അവരിൽപ്പെട്ട ചില ആളുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മകനുണ്ട് എന്ന് വാദിച്ച ചിലർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഖാലു ഇത്തഖദ അർ-റഹ്മാനു വലദ, അവർ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സന്താനത്തിന് മകനെ സ്വീകരിച്ചിരിക്കുമെന്ന്. ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ, നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത്യപകടകരമായ ഒരു വാക്കാണ്. തകാദു അസ്-സമാവാതു യതഫത്തർന വതൻശഖുൽ അർദു വതഖിറുൽ ജിബാലു ഹദ്ദാ, ആകാശങ്ങൾ പൊട്ടിപ്പിളരുമാറായി, ഭൂമി അത് വിണ്ടു പൊളിയുമാറായിട്ടുണ്ട്. അതാ പർവ്വതങ്ങൾ ഇടിഞ്ഞ് നിരപ്പായി പോകാറായി. തന്റെ റബ്ബിന്, റഹ്മാനായവന് ഒരു കുട്ടിയുണ്ട് എന്ന് വാദിച്ചതിൽ, അള്ളാഹുവിന് മകനുണ്ട് എന്ന് വാദിക്കുക, അള്ളാഹുവിന് പെൺമക്കളുണ്ട് എന്ന് വാദിച്ച പലരുമുണ്ട്, അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് വാദിച്ചവരുണ്ട്. അതിൽപ്പെട്ട മറ്റൊരാരോപണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു മകനുണ്ട് എന്ന വാദം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ബദീഉസ് സമാവാതി വൽ അർദ്
അന്നാ യകൂനു ലഹു വലദുൻ വലം തകുൻ ലഹു സാഹിബ വഖലഖ കുല്ല ഷൈഇൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആകാശഭൂമികളെ ഒരു മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണവൻ. ബദീഉസ് സമാവാതി വൽ അർദ് അന്നാ യകൂനു ലഹു വലദ്, എങ്ങനെയാണ് അവനൊരു മകൻ ഉണ്ടാകുന്നത്? വലം തകുൻ ലഹു സാഹിബ, അവനൊരു ഭാര്യയില്ലാതിരിക്കെ. അള്ളാഹുവിനൊരു ഭാര്യയില്ല, പിന്നെ എവിടെ നിന്നാണ് നിങ്ങൾ കുട്ടിയെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വക വെച്ചു കൊടുക്കുന്നത്? വഖലഖ കുല്ല ഷൈഇൻ, അല്ലാഹു എല്ലാത്തിനെയും സൃഷ്ടിച്ചിരിക്കുന്നു. സൃഷ്ടികളാണവർ. നിങ്ങൾ മക്കളാണെന്ന് വാദിക്കുന്ന ആളുകൾ, വഖറഖു ലഹു ബനീന വബനാതിൻ ബിഗൈരി ഇൽം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മക്കൾ, ആൺമക്കളെയും പെൺമക്കളെയും സ്ഥാപിച്ചു കൊടുത്തു ഇൽമില്ലാതെ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ളവനല്ല. ലോകങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചവനാണവൻ, അതുപോലെ തന്നെ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവനാണവൻ. ഒരു മകൻ ഉണ്ടാവുക എന്ന് ഏത് രൂപത്തിലാണ് വാദിക്കുക? വലം തകുൻ ലഹു സാഹിബ, ഭാര്യയില്ലാത്ത. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാര്യയുള്ളവനല്ല, വൈവാഹിക ജീവിതത്തിൽ ജീവിച്ചവനല്ല, അങ്ങനെയുള്ളവനല്ല ഞങ്ങളുടെ റബ്ബ്. ലോകത്തിന്റെ റബ്ബ് അങ്ങനെയാണെന്ന് ആർക്കാണ് വിശ്വസിക്കാൻ സാധിക്കുക? വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി വൽ അർദു ജമീഅൻ ഖബ്ദതുഹു യൗമൽ ഖിയാമ വസ്സമാവാതു മത്വിയാതുൻ ബിയമീനിഹി സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കിയിട്ടില്ല. ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല? വൽ അർദു ജമീഅൻ ഖബ്ദതുഹു യൗമൽ ഖിയാമ, ഭൂമി മുഴുവനും നാളെ അല്ലാഹുവിന്റെ പിടിയിലായിരിക്കും. വസ്സമാവാതു മത്വിയാതുൻ ബിയമീനിഹി, അല്ലാഹുവിന്റെ വലത് കരം കൊണ്ട് ആകാശങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചുരുട്ടി പിടിക്കും. സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ പങ്കു ചേർക്കുന്നതിൽ നിന്നും പരിശുദ്ധനായിരിക്കുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് പറയുക. അങ്ങനെയുള്ളവൻ, അവനൊരു കുട്ടി ഉണ്ടാവുക. നമ്മൾ മനുഷ്യന്റെ വലുപ്പം അത്രയാണ്. ഞാനും നെയ്യും പോലുള്ള ഒരു മനുഷ്യൻ, അവൻ കുട്ടിയായി ജനിക്കുക, റബ്ബിന് കുട്ടിയായി ജനിക്കുക എന്ന് പറയുന്നതിനോളം വിവരമില്ലാത്ത വർത്തമാനം എവിടെയാണുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവനൊരു ഭാര്യയെ സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഭാര്യയുള്ളവനല്ല അവൻ. എന്നിട്ടോ അവർ പറയുന്ന വാദത്തിന് രണ്ടാലൊരു ചിന്ത മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ ഒരു ഭാര്യയുടെ കുട്ടിയായി ജനിക്കണം, അങ്ങനെയാണ് മകനെന്ന് സ്വാഭാവികമായി ബുദ്ധിയുള്ളവർ സംസാരിക്കുക. മകൻ എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ മകൻ, അത് ഭാര്യയുമായി ഉള്ള ജീവിതത്തിൽ നിന്ന് പിന്നീടുണ്ടാകുന്നതാണ് മകൻ. അതേതായാലുമില്ല. പിന്നെയോ മുൻമാതൃകകളില്ലാതെ, അതായത് ഒരു പിതാവില്ലാതെ ഒരു കുട്ടിയെ ഉണ്ടാക്കി അതിൻ്റെ പേരിൽ അള്ളാഹുവിന്റെ മകൻ എന്ന് പറഞ്ഞവരുമുണ്ട്. അതായത് സ്വന്തം ദീനിനെ കുറിച്ചോ വിശ്വാസത്തെക്കുറിച്ചോ കൃത്യമായ ഒരു അടിസ്ഥാനവും അവർക്കില്ല. അവർക്ക് എന്താണോ അപ്പോൾ വായിൽ തോന്നിയത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയുക. എന്നിട്ടോ അവർ പറയുന്നത് എന്താണ്? അവർ പറയുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്നിതാണ്. ഒന്ന്, ഭാര്യ ആയിട്ടുണ്ടാകണം, അതേതായാലും ഇല്ല. രണ്ടെന്താണ്? മുൻമാതൃകകളില്ലാതെ, ഒരു ഭാര്യയില്ലാതെ അല്ലെങ്കിൽ ഒരു പിതാവില്ലാതെ ഒരു കുട്ടി ഉണ്ടായി, ആ കുട്ടി ഏതായാലും റബ്ബിന്റെ കുട്ടിയാണ് എന്ന് അങ്ങോട്ട് വെച്ചു കൊടുക്കുക. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ബദീഉസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും ഒരു മുൻമാതൃകയും ഇല്ലാതെ സൃഷ്ടിച്ചവനാണവൻ. ആകാശവും ഭൂമിയെയും അള്ളാഹുവിന്റെ കുട്ടികളാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം. ഈസ അലൈഹിസ്സലാമിന്റെ ഉപമ അള്ളാഹുവിന്റെ അടുക്കൽ ആദം അലൈഹിസ്സലാമിന്റെ ഉപമയാണ്. ആദം അലൈഹിസ്സലാമിനെ ഖലഖഹു മിൻ തുറാബ്, മണ്ണിൽ നിന്നാണ് അള്ളാഹു ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത്. വഖാല ലഹു കുൻ ഫയകൂൻ, അത് ആദം അലൈഹിസ്സലാമിനോട് ഉണ്ടാകാൻ പറഞ്ഞു, ഉണ്ടായി. ഇതാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാര്യം. ഒരു സംസാരം, ഒരു വാക്ക് മതി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു കാര്യം ഉണ്ടാക്കാൻ. ഒരു കലിമ മതി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഉണ്ടാക്കാൻ. കുൻ എന്ന് പറഞ്ഞാൽ ഫയകൂൻ, അതുണ്ടാകുന്നതാണ്. അങ്ങനെയുള്ള ഒരു വസ്തുവിനെ കുറിച്ച്, ഒരാളെ കുറിച്ച് അള്ളാഹുവിന്റെ മകനാണെന്ന് പറയാൻ എങ്ങനെയാണ് ധൈര്യം വന്നത്? മറ്റു ചില ആളുകൾ പറഞ്ഞു, മസീഹ് ഈസ അദ്ദേഹം തന്നെയാണ് റബ്ബ് എന്ന് ചില ആളുകൾ പറഞ്ഞു. ലോകത്തിന്റെ റബ്ബ്
ഈസ അലൈഹിസ്സലാം തന്നെയാണ് എന്ന് ചില ആളുകൾ പറഞ്ഞു. അതിനേക്കാൾ മോശമായ എന്ത് സംസാരമാണ് ലോകത്തിന്റെ റബ്ബ് രക്ഷിതാവിനെ കുറിച്ച് ആളുകൾ പറഞ്ഞിട്ടുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അവർ പറഞ്ഞ അതിന്റെ അപകടം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അവർ പറഞ്ഞത്, ആ കുട്ടിയായി ജനിച്ചത് അല്ലാഹു ആണെന്ന് പറയുന്നതിലൂടെ അവർ ചെയ്തത് എന്താണ്? ഞാനിത് പറയുന്നത് നമ്മൾ ഈ കാര്യത്തെ എത്ര ഗൗരവത്തോടു കൂടി കാണണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ട് ഈ കാര്യത്തെ എത്ര ഗൗരവത്തോടു കൂടി ഖുർആനിലൂടെ പറഞ്ഞു? നിങ്ങൾ പറഞ്ഞത് അത്യപകടകരമായ ഒരു കാര്യമാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണ് അവർ വാദിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അർശിൽ നിന്നും ഇറങ്ങി ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ച് അതിന്റെ വഴിയിലൂടെ പ്രവേശിച്ച് അങ്ങനെ രക്തത്തിനും ജലത്തിനുമിടയിൽ 9 മാസം ജീവിച്ച് ഒരു ദിവസം കയറിയ വഴിയിലൂടെ ഇറങ്ങി വന്ന് അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ മാതാവിന്റെ അമ്മിഞ്ഞപ്പാല് കുടിച്ച് അങ്ങനെ വളർന്നു വന്ന് മാതാവ് വായിൽ കൊടുക്കുന്ന ഉരുളകൾ കഴിച്ച് ആ കഴിക്കുമ്പോൾ പുറത്തു പോകേണ്ടതായ കാര്യങ്ങൾ പുറത്തു പോകാൻ വേണ്ടി മാതാവിന്റെ സഹായത്തോടു കൂടി അത് ക്ലീനാക്കി അങ്ങനെ വളർന്ന് വലിയൊരു മനുഷ്യനായി, അതായത് പ്രായപൂർത്തിയായ ഒരു മനുഷ്യനായി ജീവിതത്തിലെ ഒട്ടുക്കും ആ ഭക്ഷണം കഴിച്ചാലുണ്ടാകുന്ന അവസ്ഥയും ജീവിതം മുഴുവൻ ഉണ്ടായിരുന്ന ഒരാൾ, ആ ആളാണ് അല്ലാഹു എന്ന് പറയുന്നവൻ. അവനേക്കാൾ അക്രമം കാണിച്ച ഒരാളാരുണ്ട്? എന്നിട്ടോ അത് കഴിഞ്ഞിട്ട് ജീവിതം അങ്ങനെ ജീവിച്ച് അവസാനം ജൂതന്മാരുടെ കരാളഹസ്തങ്ങളാൽ പിടിക്കപ്പെട്ട് അങ്ങനെ കുരിശിനു മകളിൽ കയറ്റി തലയിൽ മുള്ളിന്റെ കിരീടം വെച്ച് ചെകിട്ടത്തടിച്ച് അങ്ങനെ കൊലപ്പെടുത്തിയ ഒരാൾ, അയാളാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് വിശ്വസിക്കുന്നവനേക്കാൾ മൂഢനായവനാരുണ്ട്? തന്റെ റബ്ബിനെ കുറിച്ച് ഇത്തരം ആരോപണങ്ങൾ പറയുന്നവനേക്കാൾ അക്രമം കാണിച്ചവനാരുണ്ട്? സഹോദരങ്ങളെ, അതിനാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹാത്മ്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ആരെങ്കിലും എന്തെങ്കിലും 2 പടക്കം പൊട്ടിച്ചാൽ തീരേണ്ടതല്ല റബ്ബിനോടുള്ള സ്നേഹമെന്ന് നമ്മൾ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തന്നെയാണ് മസീഹ് ഈസ അലൈഹിസ്സലാം എന്ന് പറയുന്നവർ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജൂതന്മാർ കൊലപ്പെടുത്തിയെന്നാണ്. ഈ ആരോപണം റബ്ബ് സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയുന്ന ആളുകൾ, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഒരു കഷണത്തെ ജൂതന്മാർ കൊലപ്പെടുത്തി, ഇത്തരത്തിൽ പല രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് മോശം പറയുന്ന വിഭാഗം ആളുകൾ, ആ ആളുകൾ ഒരു ആഘോഷം നടത്തി. ആ ആഘോഷം എന്താണെന്നറിയുമോ? 9 മാസം അവന്റെ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കുറിച്ച് 9 മാസം ഗർഭപാത്രത്തിൽ രക്തത്തിനും ജലത്തിനും ഇടയിലെ ജീവിച്ചതിന് ശേഷം ആ രക്തത്തിന്റെയും ജലത്തിന്റെയും അതുപോലെ തന്നെ അവിടെ നിന്ന് വരുന്ന മറ്റു വസ്തുക്കളുടെയും കൂടെ അവന്റെ റബ്ബദാ ജനിച്ച് പുറത്തേക്ക് വന്നു എന്ന് പ്രഖ്യാപിച്ച ഒരു ദിവസം, ആ ദിവസത്തെ ആഘോഷമാക്കി ചിലർ. ആ ദിവസത്തെ ആഘോഷമാക്കി. എന്നാൽ മുസ്ലിമീങ്ങളെ, നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധി തന്നു, നിനക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ബോധം തന്നു, വ്യവച്ഛേദിച്ച് പഠിക്കാൻ നിനക്ക് അല്ലാഹുവിന്റെ കിതാബ് തന്നു, നിനക്ക് മനസ്സിലാക്കി തന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ റബ്ബാരാണെന്ന് വ്യക്തമാക്കി തന്നു, നിന്റെ റബ്ബിന്റെ മഹാത്മ്യം എന്താണെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അറിയിച്ചു തന്നു. അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് നീ വഞ്ചനയിൽ അകപ്പെട്ടു പോകുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു കുട്ടിയുണ്ടെന്ന് വാദിക്കുക എന്നത് നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാലൊരു കാര്യമാണ്. അവരത് മാത്രമല്ല പറഞ്ഞത്, അല്ലാഹു അവൻ തന്നെയാണ് ഈസ അലൈഹിസ്സലാം എന്നാണ് പറഞ്ഞത്. അല്ലാഹു അവൻ തന്നെയാണ് ഈസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം അവൻ തന്നെയാണ്, അദ്ദേഹം തന്നെയാണ് അല്ലാഹു എന്നാണ് അവർ പറഞ്ഞത്. അതിലൂടെ അവർ പറഞ്ഞു വച്ച കാര്യത്തിന്റെ ഉദ്ദേശമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇത് കേട്ടിരിക്കെ, മനസ്സിലാക്കിയിരിക്കെ ഒരു മുസ്ലിമിന് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആഘോഷങ്ങളുടെ പിന്നാലെ പോകാൻ കഴിയുന്നത്? നീ ഒരു മുസ്ലിമായിരിക്കെ എങ്ങനെയാണ്
ഇത്തരത്തിലുള്ള ആഘോഷങ്ങളുടെ പിന്നിലൂടെ നിനക്ക് പോകാൻ കഴിയുന്നത്? നാളെ സ്വർഗത്തിൽ വെച്ച് നിനക്ക് പറയാൻ കഴിയുമോ? സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നിനക്ക് കഴിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വൃത്തികെട്ട തരത്തിലുള്ള ഇത്തരം വിശേഷണങ്ങൾ പ്രഖ്യാപിച്ച് അതിന്റെ പേരിൽ ആഘോഷം പ്രഖ്യാപിച്ച് നടത്തുന്ന ആളുകൾക്ക് ആശംസ നേരുന്നവനെ, നിനക്കെങ്ങനെയാണ് നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുക? ഈ പറയുന്നത് ഒരിക്കലും അവൻ കാഫിറായി പോയി എന്നോ സ്വർഗത്തിൽ ഒരിക്കലും പ്രവേശിക്കുകയില്ലോ എന്നല്ല, മറിച്ച് നീ അത് പേടിക്കുന്നില്ല നിന്റെ കാര്യം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയുന്ന സംഭവമുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്ന ഒരാൾ കുരിശിന് സാഷ്ടാംഗം വഹിക്കുന്നതിന് ആശീർവാദം അല്ലെങ്കിൽ അവന് ആശംസ കൊടുക്കുക എന്നത് അവൻ വ്യഭിചാരത്തിന് വേണ്ടി തയ്യാറാകുമ്പോൾ അതിനു വേണ്ടി ആശംസ അർപ്പിക്കുന്നതിന് തുല്യമാണ്. വ്യഭിചാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ തുല്യമാണെന്നല്ല, അതിനേക്കാൾ അപകടമാണ്. ഒരുത്തൻ കള്ളു കുടിക്കാൻ പോകുമ്പോൾ അതിന് ആശംസ അർപ്പിക്കുന്നതിനേക്കാൾ എത്രയോ വലിയ പാതകമാണ് ഒരുത്തൻ കുരിശിന് സുജൂദ് ചെയ്യാൻ പോകുന്നതിന്റെ പേരിൽ അവൻ ആശംസിക്കുന്നത്. എങ്ങനെയാണ് ഒരു മുസ്ലിമേ നിനക്ക് അതിന് ആശംസകൾ നേരാൻ കഴിയുന്നത്? എങ്ങനെയാണ് മുസ്ലിമേ നീ അതിന്റെ ദിവസത്തിൽ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നത്? നിന്റെ റബ്ബിനെ കുറിച്ച് പറഞ്ഞ ഈ സംസാരത്തിന്റെ അപകടം നിനക്കെന്തേ മനസ്സിലാകാതെ പോയി? സഹോദരങ്ങളെ, നമ്മൾ നമ്മളുടെ ദീനെ കുറിച്ച് ബുദ്ധിയുള്ളവരാകണം. നമ്മൾ അവരെ പിന്തുടരുന്നതിലൂടെ ഇജ്ജത്ത് ലഭിക്കാമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഫലില്ലാഹിൽ ഇജ്ജത്തു ജമീഅ, കാര്യങ്ങൾ ഇജ്ജത്തെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ളതാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലില്ലാഹിൽ ഇജ്ജത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാകുന്നു പ്രതാപമുള്ളത്, അല്ലാഹുവിന്റെ റസൂലിനാകുന്നു പ്രതാപമുള്ളത്, മുഅ്മിനീങ്ങൾക്കാകുന്നു പ്രതാപമുള്ളത്. മുനാഫിഖീങ്ങൾക്ക് അത് മനസ്സിലാകുന്നില്ലെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നു. എവിടെയാണ് നീ ഇജ്ജത്ത് തേടി പോകുന്നത്? എവിടേക്കാണ്? ജൂത ക്രിസ്ത്യാനികളുടെ പുറകിലൂടെയാണോ നീ സഞ്ചരിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്റെ ഈ പോക്കിനെ നേരത്തെ താക്കീത് നൽകിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുക, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഅ ഹത്താ വലൗ ദഖലു ജുഹ്റ ദബ്ബിൻ ലദഖൽതുമൂഹ്. നിങ്ങൾ നിങ്ങളുടെ മുന്നുണ്ടായിരുന്ന ആളുകളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിന്തുടരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരിനി ഒരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചാൽ നിങ്ങളും അതിൽ പ്രവേശിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ സ്വഹാബികൾ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അൽ യഹൂദു വൻ നസാറ, ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ്. ഫമൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, പിന്നെ ആരാണ്? വേറെ ആരെയാണ് നിങ്ങൾ പിന്തുടരുന്നത്? ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്? ഈസാ അലൈഹിസ്സലാമിന്റെ ജന്മദിനം ക്രിസ്ത്യാനികൾ കൊണ്ടാടുന്നു, അപ്പോൾ ഞങ്ങളാണ് ആദ്യം കൊണ്ടാടേണ്ടത് എന്ന് പറഞ്ഞ് ഇസ്ലാമിന്റെ അനുയായികൾ മുസ്ലിമീങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ടാടുന്നു. പോരാ, മറിച്ച് ഈസാ അലൈഹിസ്സലാമിന്റെ ജന്മദിനം എന്ന് പറഞ്ഞ് അവർ ആഘോഷിക്കുന്ന ആ ദിവസത്തിലും അവർ അതിനു പിന്നാലെ കൊട്ടിഘോഷിച്ചുകൊണ്ട്, കരഘോഷങ്ങൾ മുഴക്കിക്കൊണ്ട്, ഗ്രീറ്റിംഗ്സുകൾ അയച്ചുകൊണ്ട് അവൻ ആഘോഷത്തിൽ പങ്കെടുക്കുകയാണ്. ആരുടെ ജന്മദിനത്തിനാണ് നീ ഗ്രീറ്റിംഗ്സ് അയക്കുന്നത്? ആരുടെ നിന്ദ്യതയെ പ്രഖ്യാപിച്ച ദിവസത്തിലാണ് നീ ഗ്രീറ്റിംഗ്സ് അയക്കുന്നത്? ആരെ നിന്ദിച്ച ദിവസത്തിലാണ് നീ ഗ്രീറ്റിംഗ്സ് അയക്കുന്നത്? അതിനാൽ മുസ്ലിമേ, ബുദ്ധിയുള്ളവനാവുക. മുസ്ലിമീങ്ങളെ അവരുടെ വഞ്ചനകളിൽ വീണു പോകാതിരിക്കുക. അതുപോലെ തന്നെ ന്യൂ ഇയറിന്റെ ദിവസം ആളുകൾ ആഘോഷമാക്കുകയാണ്. ന്യൂ ഇയറിനെ കുറിച്ച് ചെറുതായെന്ന് നോക്കിയപ്പോൾ അതിൽ കണ്ട ഒരു കാര്യം, യേശു ക്രിസ്തു എന്ന് അവർ വിളിക്കുന്ന ഈസാ അലൈഹിസ്സലാമിന്റെ മാമോദീസയും അതുപോലെ തന്നെ അവരുടെ വിശ്വാസപ്രകാരം അതുപോലെ തന്നെയുള്ള കാര്യങ്ങളും ചെയ്ത ദിവസമാണ് ജനുവരി 1 എന്നതാണ് അവർ അത് ആഘോഷിക്കാനുള്ളൊരു കാരണത്തിൽപ്പെട്ടത്. അവർക്ക്, അതായത് സുന്നത്ത് കർമ്മം, ചേലാകർമ്മം ചെയ്യപ്പെട്ട ആ ദിവസത്തിൽ ആണ് അവർ ആഘോഷിക്കുന്നത് എന്ന് അവർ വാദിക്കുന്ന ദിവസമാണ് ജനുവരി 1. അതിന്റെ അവസ്ഥ എന്താണ്, കാര്യങ്ങൾ എന്താണ്, ഒന്നുമല്ല ഞാൻ ചർച്ച ചെയ്യുന്നത്. അവർ ആ ദിവസത്തെ കാണുന്നത് ഈ ദിവസമായിട്ടാണെന്ന് അന്വേഷിച്ചപ്പോൾ ചെറിയ നിലക്ക് കാണാൻ സാധിച്ചു. ഇനി അങ്ങനെയല്ലെങ്കിലും
ഏത് നിലക്കാണ് ക്രിസ്ത്യാനികളുടേത് എന്ന് പറഞ്ഞുകൊണ്ട് അവരിറക്കിയ ഗ്രിഗറി എന്ന് പറയുന്ന ആൾ തയ്യാറാക്കിയ ഒരു കലണ്ടറിനു പിന്നാലെ അതിലെ ന്യൂ ഇയർ എന്നാണ്, അതിലെ അവസാന ദിവസം എന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ നമുക്ക് എവിടെ നിന്നാണ് തെളിവ് കിട്ടിയത്? ഇനി അത് കഴിഞ്ഞ് അതിൻ്റെ പേരിൽ ആഘോഷിക്കാൻ നമുക്ക് എന്താണ് തെളിവ്? ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു ദീനിന്റെ ഏറ്റവും വലിയ ശിആർ ചിഹ്നമാണ് ആഘോഷം എന്ന് പറഞ്ഞത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദീനിന്റെ അടയാളമാണ് അവന്റെ പെരുന്നാളുകൾ, ബലികർമ്മവും അതുപോലെ തന്നെ ഈദുൽ അദ്ഹയും ഈദുൽ ഫത്റും അവന്റെ ജീവിതത്തിൽ സന്തോഷിക്കേണ്ട ദിവസങ്ങളാണ്. വെള്ളിയാഴ്ച ദിവസം സന്തോഷിക്കേണ്ട ദിവസമാണ്. കാരണം അവന്റെ ഈദാണ്, പെരുന്നാളുകളാണ്. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഒരു മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശിആറാണ്, അടയാളമാണ് ഓരോ മതത്തിൻ്റെയും പെരുന്നാളുകൾ. നീ ഗ്രീറ്റിംഗ്സ് കൊടുക്കാൻ പോകുന്നത് വ്യത്യസ്ത മതങ്ങളുടെ, അതല്ലെങ്കിൽ ക്രിസ്ത്യൻ മതമാണെങ്കിൽ ക്രിസ്ത്യൻ മതം, ഹൈന്ദവ മതമാണെങ്കിൽ ആ മതം, അതിനാണ് നീ ഗ്രീറ്റിംഗ്സ് കൊടുക്കാൻ പോകുന്നത്. എന്തിന്? നീ കുഫറിൽ തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ, ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നിനക്കുണ്ട് എന്ന് പറയാൻ. നീ പറയുന്നത് ഞങ്ങളുടെ റബ്ബിനെ കുറിച്ച് എന്ത് തോന്നിവാസവും പറഞ്ഞോളൂ, ഞങ്ങളുണ്ട് നിന്നെ ആശംസിക്കാൻ എന്ന വാക്കാണ് നീ ഓരോ ഗ്രീറ്റിംഗ് ആയിക്കൊണ്ട് അവന് കൊടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനാൽ സഹോദരങ്ങളെ, ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കണം. ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കണം. മുസ്ലിമീങ്ങൾ ദീനിനെ കുറിച്ച് പഠിക്കണം, അവന്റെ ദീനിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് അറിയണം, അന്വേഷിക്കണം, പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഫിത്നയുടെ കാലഘട്ടങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയോ ആളുകൾ, ചില ആളുകൾ മുസ്ലിമീങ്ങൾ ഇസ്ലാം മതം വിട്ട് ജൂതന്മാരായവരുണ്ടാകും, ക്രിസ്ത്യാനികളായവരുണ്ട്, അതുപോലെ തന്നെ പല രൂപത്തിലുള്ള ആളുകളായവരുണ്ട്. എന്താണ് കാര്യം? അവനവന്റെ ദീനിനെ കുറിച്ച് അറിയുന്നില്ല, തന്റെ ദീനിനെ കുറിച്ച് പഠിച്ചിട്ടില്ല, തന്റെ ദീൻ ഈ വിഷയത്തിൽ എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കാതെ മറ്റുള്ളവന്റെ ദീനിനെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് പഠിച്ചിട്ടാണ് അവനവന്റെ ദീനിനെ ഒഴിവാക്കുന്നത്. എന്നാൽ വേറെ ചില ആളുകളുണ്ട്, പൂർണ്ണമായി ദീനിനെ ഇഷ്ടപ്പെടാത്ത ആളുകൾ, പൂർണ്ണമായി ദീനിനെ തൃപ്തിപ്പെടാത്ത ആളുകൾ, കുറച്ചൊക്കെ ദീനൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയ ആളുകളുമുണ്ട്. അവർക്കോ കുറച്ചൊക്കെ ജൂതന്മാരുടെ ആഘോഷങ്ങളിലും പെടും, കുറച്ചൊക്കെ ക്രിസ്ത്യാനികളുടെ ആഘോഷത്തിലും പെടും, കുറച്ചൊക്കെ ഹിന്ദുക്കളുടെ ആഘോഷത്തിലും പെടും. അങ്ങനെ അവന്റെ ജീവിതത്തെ പല ദീനുകൾക്കായി മാറ്റിവെച്ചവനുണ്ട്. അതും ഒരിക്കലും യഥാർത്ഥ മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല. അവൻ പിന്നീട് അവസാനം എല്ലാ മതവും സത്യമാണ് എന്ന അവസ്ഥയിലേക്ക് വരെ പറയുന്ന കുഫറിന്റെ വാദങ്ങളിലേക്ക് മുഴുവനായി എത്തുന്ന അവസ്ഥയിൽ അവൻ എത്തിപ്പെടാനും സാധ്യതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയാനും അല്ലാഹുവിനെ കുറിച്ച് പഠിക്കാനും അവന്റെ ദീന് പറയാനും പ്രചരിപ്പിക്കാനും അത് അനുധാവനം ചെയ്യാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയങ്ങൾ അവന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തട്ടെ. അല്ലാഹുവിന്റെ ദീന് പഠിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلوبنا على دينك. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ സഹോദരങ്ങൾ ഈ ജൂതന്മാരുടെയും ഈ ക്രിസ്ത്യാനികളുടെയും കരാളഹസ്തങ്ങളാൽ പിടഞ്ഞു മരിക്കുന്ന ഒരുപാട് ആളുകൾ ഗസയിലുണ്ട്. അവിടെ ബോംബിടുന്നതാരാണ്? ജൂതനാണ്. ബോംബ് കൊടുക്കുന്നതാരാണ്? ക്രിസ്ത്യാനിയാണ്. തീർച്ചയായും അത് തന്നെയാണ്. ജൂതൻ അവിടെ ആവശ്യം ഇവിടെ നിന്ന് മുസ്ലിമീങ്ങൾ മുഴുവൻ പോകണമെന്നതാണ്. അതിന് കൊന്നിട്ടാണെങ്കിൽ കൊന്നിട്ട്, അതല്ലെങ്കിൽ ഓടിയിട്ടാണെങ്കിൽ ഓടാനുള്ള വഴി അടച്ചു വെച്ചിട്ടുണ്ട്. എവിടെയും കയറ്റുകയുമില്ല. ഓരോ മുസ്ലിമിനെയും ഇഞ്ചിഞ്ചായി കൊല്ലനാണ് അവിടുത്തെ ജൂതന്റെ ആഗ്രഹം. അതിന് പൂർണ്ണമായ കൂട്ടുനിൽപ്പാണ് അമേരിക്ക എന്ന ക്രിസ്ത്യൻ രാജ്യത്തിന്റെ ആഗ്രഹം. സഹോദരങ്ങളെ, എന്നിട്ടാണ് അവരുടെ പിന്നാലെ കൊടിയും പിടിച്ച് അവർക്ക് ഗ്രീറ്റിംഗ്സും അയച്ച് അവരുടെ ദീനിന്റെ ആദർശത്തിന് ചുക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ആണിയാകുന്ന താങ്ങായിക്കൊണ്ട് നമ്മളുടെ കൈവെക്കുന്ന അവസ്ഥ അതൊരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ദമ്മിർ അഅദാക അഅദാഅദ്ദീൻ. اللهم انصر الإسلام والمسلمين. اللهم انصر من نصر الدين. اللهم دمر أعداءك وأعداء المسلمين يا كريم يا جبار. والحمد لله رب العالمين.